ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണി. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഞാൻ ഈ പറയാൻ പോകുന്നത് കൃത്യമായിട്ട് കേൾക്കുക. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ശരിയായിട്ട് തോന്നി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒന്നാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹിച്ച് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നടന്നു പോയിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള ടെൻഷൻ, ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് ബാക്ക്ലോഗ്സുകളുണ്ട്. എനിക്ക് എവിടെ തുടങ്ങണമെന്നോ എങ്ങനെ പഠിക്കണമെന്നോ കൃത്യമായിട്ടൊരു ധാരണയില്ല. ശരിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂടാതെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉള്ളിലുള്ള ഫീലിങ്സ് എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പഠനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് പരിഹരിക്കാവുന്നതാണ്. പ്രിയപ്പെട്ട മക്കളെ, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പുതിയൊരു ബാച്ചിനെ പറ്റി പറയാനാണ്. ഇതൊരു പ്രൊമോഷനായിട്ട് നിങ്ങൾ കാണുകയേ വേണ്ട. പകരം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് നിങ്ങളിത് കണ്ടാൽ മതി. അതിൻ്റെ ഒരേ ഒരു റീസണ്, പല ആളുകൾക്ക് എങ്ങനെ പഠിക്കണം എന്നൊന്നും അറിയാത്തത് കൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട്, ഞാനൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഞാൻ കുളത്തിലേക്ക് ഒരിക്കലും എടുത്തു ചാടാൻ ശ്രമിക്കാറില്ല. പക്ഷേ കുളത്തിലേക്ക് വീഴുകയാണെങ്കിൽ അവിടെ നിന്ന് നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ചില കുട്ടികൾ കുളത്തിലേക്ക് എടുത്തു ചാടിയിട്ട് നീന്താറുണ്ട്, അവർ രക്ഷപ്പെടാറുണ്ട്, ഈ കുട്ടികളും രക്ഷപ്പെടാറുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ പ്രശ്നം, ഒരു ആവറേജ് ലെവലിലെ കുട്ടി അല്ലെങ്കിൽ ഒരു എബവ് ആവറേജിൽ തന്നെ അത്യാവശ്യം ഉഴപ്പുന്ന ഒരു കുട്ടിയുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ പഠിക്കാൻ നിർബന്ധിതരാകുന്ന സമയത്താണ് അവർ മാക്സിമം പഠിക്കാറുള്ളത്. ഫോർ എക്സാമ്പിൾ, എക്സാമിൻ്റെയൊക്കെ ഒരാഴ്ച മുമ്പൊക്കെ അവരെന്തായാലും ഇരുന്ന് പഠിക്കും. കാരണം അവർ പഠിക്കാൻ നിർബന്ധിതരാണ്. ഒരു മാസം മുമ്പേ പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത് പല ആൾക്കാരും ശ്രമിക്കാറില്ല. ഇനി ശ്രമിച്ചാൽ തന്നെ പകുതി വെച്ച് സ്റ്റക്കായി പോകും. കാരണം അവർക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽ ഒരു കാര്യം അവരുടെ കയ്യിലുണ്ടാവില്ല. നിങ്ങൾ ഏത് ക്ലാസ്സിലുള്ള കുട്ടിയാവട്ടെ, ഇപ്പം നിങ്ങൾ സൈലത്തിൻ്റെ ഏത് ബാച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിലും 30% ഓഫർ അവിടെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് എത്ര ഫീസാണോ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 5000 രൂപേൻ്റെ കോഴ്സ് ആണെങ്കിൽ അതിൻ്റെ 30% നിങ്ങൾക്കതിൽ ഫ്രീ ഉണ്ട്. 10ാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ 4250-ൻ്റെ 30% ഓഫുള്ള പുതിയൊരു ബാച്ചാണ് നമ്മൾ റൺ ചെയ്യുന്നത്. എന്നാൽ ഒരു മാസം കൂടി കഴിഞ്ഞാൽ, നിങ്ങൾ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ പുതിയൊരു ബാച്ചും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്യും. ആ ബാച്ചിൻ്റെ പേര് എൻഡ് ഗെയിം എന്നാണ്. അത് നിങ്ങൾക്ക് ഇതിനേക്കാൾ കുറച്ചും കൂടി ഒരു പൈസ കുറച്ചിട്ടായിരിക്കും ബാച്ച് ഉണ്ടാവുക. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യരുത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസണ്, എൻഡ് ഗെയിമിൽ നിങ്ങൾക്ക് റിവിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ചാപ്റ്ററുകൾ നിങ്ങൾക്ക് സാധാ പോലെ റിവൈസ് ചെയ്യുകയാണ്. അത് ഓൾറെഡി പഠിച്ചൊരു കുട്ടിക്ക് റിവിഷൻ ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും, യാതൊരു സംശയവുമില്ല. എന്നാൽ നിങ്ങൾ ചെറിയൊരു പൈസക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൻഡ് ഗെയിം വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിലുള്ള പ്രശ്നം, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഉള്ള ഓഫറിൽ നിങ്ങൾ ബാച്ച് ജോയിൻ ചെയ്താൽ ഇതുവരെയുള്ള ലൈവുകളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി കഴിഞ്ഞു പോയ ലൈവുകൾ അടക്കം നിങ്ങൾക്ക് ഇതിൽ സൗജന്യമായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് അതിന് പുറമെ ഈ വരാൻ പോകുന്ന എൻഡ് ഗെയിം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. ചെറിയൊരു എമൗണ്ടിന് വേണ്ടി നിങ്ങൾ ലാസ്റ്റിലേക്ക് റിവിഷന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നഷ്ടങ്ങൾ വലുതാണ്. നിങ്ങൾക്ക് അതിൽ റിവിഷൻ മാത്രമാണ് കിട്ടുമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് റിവിഷൻ്റെ കൂടെ ഇതുവരെ കഴിഞ്ഞ ലൈവുകളും കൂടാതെ ക്രിസ്മസ് എക്സാമിന് ശേഷം വരാവുന്ന സിലബസിൻ്റെ എല്ലാ ലൈവുകളും നിങ്ങൾക്ക് അധികമായിട്ട് ലഭിക്കുന്നതാണ്. അതിലുള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ആപ്പിൽ ഇപ്പോഴുള്ള കുട്ടികൾക്കുള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലഭിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ 30% ഓഫ് യൂസ് ചെയ്തുകൊണ്ട് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഞാൻ കാല് പിടിച്ച് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ഈ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ആ പൈസ വെറുതെ ആക്കുന്ന രീതിയിൽ നിങ്ങൾ ഇതിനെ യൂസ് ചെയ്യരുത്. അതായത് ക്ലാസ്സുകൾ കാണാതെ നിങ്ങൾ പോകരുത്. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പതിയെ നിങ്ങൾ എന്തിലേക്ക് എത്തും? ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായിട്ട് ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ എത്തും. നിങ്ങളൊരു റിലേ മത്സരത്തിൽ ഓടുന്ന സമയത്ത് പലപ്പോഴായിട്ട് ശ്രദ്ധിച്ച്, ചില ആൾക്കാർ 2 രീതിയിലാണ് റിലേ ഓടാറുള്ളത്. റിലേ അല്ല, ഇപ്പോൾ 400 നമ്മളിപ്പോൾ നമ്മൾ സാധാ പോലെ സ്പ്രിൻ്റ് ആണ്, ഇനിയിപ്പോൾ 1500 സ്പ്രിൻ്റ് ആണെങ്കിൽ 2 രീതിയിലാണ് പൊതുവെ കുട്ടികളല്ല അത്ലറ്റ്സ് സ്ട്രാറ്റജി എടുക്കാറുള്ളത്. ഒന്ന്, ആദ്യത്തെ റൗണ്ടിൽ തന്നെ നന്നായിട്ട് അങ്ങ് ഓടും. ആദ്യത്തെ ഒരു 500 മീറ്റർ എന്ത് ചെയ്യും, നല്ല സ്പീഡിൽ ഓടും. അപ്പം മറ്റുള്ള കുട്ടികൾക്ക് സ്ലോയിലായിട്ട് ഇട്ട് ഓടുന്നുണ്ടാവുക. ഒരു 3-4 ലാപ്പ് ആ കുട്ടി എപ്പോഴും മുന്നിലായിരിക്കും. എന്നിട്ട് പതിയെ ഓടാൻ തുടങ്ങും. എന്നിട്ട് 1500 മീറ്റർ ഏറ്റവും ലാസ്റ്റ് ഫസ്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാറുണ്ട്. ചില കുട്ടികൾ എന്താ ചെയ്യുക വെച്ചാൽ പതിയെ തുടങ്ങും. എന്നിട്ട് ലാസ്റ്റത്തെ 500 മീറ്റർ അല്ലെങ്കിൽ 600 മീറ്റർ നല്ല സ്പീഡിൽ ഓടും. അപ്പോൾ ആ കുട്ടി വിജയിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു പക്ഷേ ഓണം എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത കുട്ടികളായിരിക്കും, നന്നായിട്ട് പഠിച്ച കുട്ടികളായിരിക്കും. പക്ഷേ ഈ അത്ലറ്റ് പോലെയല്ല നമ്മുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. കാരണം നമ്മൾ പഠിച്ചതൊക്കെ മറന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ലാസ്റ്റിലേക്കും ഇതേ എഫേർട്ട് എടുത്ത് നമ്മൾ പോവേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് റൗണ്ട് നന്നായിട്ട് ഓടുന്നൊരു സിസ്റ്റമാണ് നമ്മൾ കാണാറുള്ളത്. ഫോർ എക്സാമ്പിൾ, എക്സാമിൻ്റെയൊക്കെ ഒരാഴ്ച മുമ്പേ അല്ലെങ്കിൽ ഒരു മാസം മുമ്പേ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് റൗണ്ടിലാണ്. ഇപ്പോൾ നിങ്ങൾ സ്പീഡിൽ ഓടിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് വലിയൊരു ഫെയിലിയറിലേക്ക് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ലാസ്റ്റ് റൗണ്ടിൽ ഏറ്റവും മികച്ച രീതിയിൽ ഓടാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുണ്ട്. സൈലത്തിൻ്റെ എല്ലാ ബാച്ചിലും നിങ്ങൾക്ക് 30% ഓഫാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു ഓഫറിനെ പറ്റി മാത്രം പറയാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ അല്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഇതിലേക്ക് എടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു കുളത്തിൽ വീണൊരു കുട്ടിയെ പോലെയാണ്. എന്നിട്ട് നിങ്ങൾക്ക് നീന്താനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ നൽകി തരും. നിങ്ങൾ സ്വയമായിട്ട് നീന്താൻ പഠിക്കുകയും ചെയ്യും. അങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അത് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങളെല്ലാ ക്ലാസ്സിലെ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, ഞങ്ങളുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. നമുക്ക് ഒരുമിച്ച് മുന്നേറാം.